യാത്ര എല്ലാ നിലക്കും സന്തോഷകരമാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം, നീ തന്നെ പറഞ്ഞല്ലോ അഭൂതപൂർവം. അപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമുള്ള സ്വീകരണമാണ് എല്ലാ സ്വീകരണ മേഖലകളിലും എല്ലാ ജില്ലകളിലും. രാജകീയമായ സ്വീകരണം എന്ന് പറയാം. ആ നിലക്കുള്ള സ്വീകരണമാണ് നൽകപ്പെട്ടത്. അതാണ് നമുക്ക് നമ്മളെ സന്തോഷിപ്പിച്ച ഒന്ന്. മറ്റൊന്ന്, സമസ്തയുള്ള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യണ 99% അല്ലെങ്കിൽ 95% എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങളിൽ നിന്ന് ഒരു വലിയ ശതമാനം ആളുകൾ സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ കൂടെയാണുള്ളത്. സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും ഒക്കെ പിൻപറ്റുന്നവരാണ്. അതായത് യഥാർത്ഥ ദീൻ, ആ ദീനിൻ്റെ കൂടെയാണ് അവരുള്ളത്. അവരൊക്കെ പല വ്യത്യസ്തമാവുന്ന പല രാഷ്ട്രീയ പാർട്ടികളിലുള്ള എല്ലാ ആളുകളും സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്ന പ്രസ്ഥാനത്തിന് പിന്നിൽ അണിനിരക്കുകയും അതിൻ്റെ ആശയങ്ങളോ ആദർശങ്ങളോ അനുസരിച്ച് ജീവിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ യാത്രയിൽ നമുക്ക് മനസ്സിലായത്. അതിന് വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷകരമായ, വളരെ എന്നും നമ്മളുടെ ആ ഓർമ്മയിൽ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളാണ് യാത്രയിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ളത്, നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത്. പല ആളുകളും ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ആ രാജ്യത്തുള്ള ആളുകൾ അവരെല്ലാം മറന്നും കൊണ്ടിട്ട് ഏകദേശം 300 അംഗങ്ങളായിരുന്നു നമ്മളെ കൂടെ നമ്മൾ ഔദ്യോഗികമായിട്ടുള്ളത്. അത് 300 കവിഞ്ഞ് അനൗദ്യോഗികമായി നമ്മൾ ലിസ്റ്റിൽപ്പെടാത്ത 500ഓളം ആളുകൾ ഇപ്പോൾ കൂടെ ഉണ്ട്. ഈ ആളുകൾക്കൊക്കെ എല്ലാവരും ഭക്ഷണം കൊടുക്കണം. എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും, അവരുടെ പ്രാഥമിക ആവുന്ന ആവശ്യങ്ങൾക്കുള്ള സൗകര്യം, അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം, ഉറങ്ങാനുള്ള സൗകര്യം, ഇതൊക്കെ വളരെ രാജകീയമായി തന്നെ ഒരുക്കി കൊടുക്കണം. ആർക്കും ഒരു പരാതിയൊന്നുമില്ല. എല്ലാ സ്വീകരണങ്ങളും എല്ലാ സ്വീകരണ മേഖലയിലും അതിഥികളോടുള്ള ഒരു പരിപൂർണമായി അതിഥികളോട് ചെയ്യപ്പെടേണ്ടതായ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഓരോ ആതിഥേയന്മാരും ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു സംതൃപ്തിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഈ എല്ലാ സ്വീകരണ മേഖലയിലും ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ, ഇതിനുവേണ്ടി മറ്റുള്ളതായ സാമ്പത്തികവും ശാരീരികവുമായി ഒക്കെ സഹായിച്ചവർ, മറ്റിതിന് പ്രചോദനം നൽകിയവർ, അങ്ങനത്തെ എല്ലാവരോടും നമുക്ക് കടപ്പാടുകളും നന്ദിയൊക്കെ ഉണ്ട്. നമ്മൾ നന്ദി എന്നുള്ളൊരു വാക്കിൽ അത് ഒതുക്കുകയല്ല. എല്ലാ ജില്ലക്കാർക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യുകയാണ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ജില്ലക്കാർക്കും വേണ്ടിയും ദുആ ചെയ്യുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു കബൂൾ ചെയ്യട്ടെ. സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്ക് നൽകട്ടെ. സമസ്തയുള്ള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാനുള്ള തൗഫീഖ്. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഈ ഒരു അവസരത്തില് ഇതല്ലാതെ മറ്റെന്ത് പറയാനാ അല്ലേ? തങ്ങളുപ്പാ അവിടെ പറഞ്ഞു വെച്ചതും ദുആ ചെയ്ത് നിർത്തിയെടുത്തും നമ്മൾ ആമീൻ പറഞ്ഞ് തുടങ്ങുക. കാരണം ഇത് വല്ലാത്തൊരു വൈകാരിക നിമിഷമാ. ഞാൻ പറയാറുണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിബ്രി മുത്തുക്കോയ തങ്ങള്, ആ പേര് കേൾക്കുമ്പോ തന്നെ നെഞ്ചു വല്ലാതെ അങ്ങ് പിടയുകയാ. മനസ്സുകൊണ്ട് ഒരു 10,000 തവണ നമ്മളൊക്കെ പ്രാർത്ഥിച്ചില്ലേ, പടച്ച തമ്പുരാനെ ഹിമ്മത്ത് നൽകണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചില്ലേ? ഇപ്പൊ തങ്ങള് മനസ്സറിഞ്ഞ് തങ്ങളുടെ സന്തോഷം അത് പങ്കുവെക്കുക ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങള്. കാരണം തങ്ങള് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടത് മുതലേ കൊത്തി കീറാൻ പല ഇടങ്ങളിൽ നിന്ന് പല ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഒരു ഘട്ടത്തിലാണ് തങ്ങള് കന്യാകുമാരിയിലേക്ക് യാത്ര തിരിച്ചത്. ആ യാത്ര തിരിക്കുന്നതിന് മുമ്പ് പാണക്കാട്ട് മഖാമില്, ശംസുൽ ഉലമയുടെ അടുത്ത്, കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത്, വരക്കൽ മഖാമില്, മമ്പുറം മഖാമില്, ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്ത്, ജിഫ്രി മഖാമില്, എല്ലായിടത്തും പോയിട്ട് തങ്ങള് നിപ്പുണ്ട്. കണ്ടു നിൽക്കാൻ കഴിയില്ലായിരുന്നത്, വല്ലാത്തൊരു നിപ്പായിരുന്നത്. അവിടെ പറഞ്ഞതിൽ കൂടുതൽ തങ്ങൾ പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ ശൈഖുനമാരോട്. ആ നിപ്പ് കണ്ട അന്ന് മുതല് നെഞ്ചു പടയാൻ തുടങ്ങിയതാ. ആ നിപ്പ് കണ്ട അന്ന് മുതല് നെഞ്ചു പടയാൻ തുടങ്ങിയതാ. കാരണം ഒരു ഭാഗത്ത് കൂടെ നിന്ന് കുത്താൻ തക്കം പാർത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകൾ, മുനാഫിക്കുകൾ. മറുഭാഗത്തോ തങ്ങളൊന്ന് വീണ് കണ്ടാൽ അത് ആഘോഷിക്കാൻ അവസരം പാത്തു നിൽക്കുന്ന ഒരുപാടധികം ശത്രുക്കളും. അവിടെ നിന്നാണ് കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി തിരുവനന്തപുരം താണ്ടി കൊല്ലത്തിലൂടെ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം വഴി ഇപ്പൊ തൃശ്ശൂരും അവസാനിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മലപ്പുറത്ത് തിരൂരിന്റെ മണ്ണിലേക്ക് ഈ സന്ദേശയാത്ര വന്നെത്തുകയാ. ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരം. അങ്ങനെ വന്നെത്തുമ്പോ തങ്ങളോട് ചോദിക്കുക, എന്താ തങ്ങളെ കന്യാകുമാരി കഴിഞ്ഞില്ലേ, തിരുവനന്തപുരവും കൊല്ലവും പത്തനംതിട്ടയും കോട്ടയവും ഇടുക്കിയും ആലപ്പുഴയും എറണാകുളവും തൃശ്ശൂരും പിന്നിട്ടില്ലേ, എന്തു പറയുന്നു ഈ യാത്രയെ കുറിച്ച്, എന്താണ് തങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നതെന്ന് ചോദിക്കുമ്പോ എന്റെ പൊന്നാര ആ തങ്ങള് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുക. കാണണ എല്ലാവരും കണ്ണു നിറയെ. വല്ലാത്തൊരു മഹാഭാഗ്യം. ഞാൻ പറഞ്ഞില്ലേ, ഇത് വല്ലാത്തൊരു തൗഫീഖ. ഇതില് ഒരുപാട് തൗഫീഖുകളുണ്ട്. ഒന്ന്, സമസ്തക്കൊപ്പം നിൽക്കാൻ കഴിയുക എന്നുള്ള ഒരു തൗഫീഖ്. ആ സമസ്തയെ കൈപിടിച്ച് നടത്തുന്ന ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങള്, ആ ജിഫ്രി തങ്ങളെ അംഗീകരിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു തൗഫീഖ്. ഇനി അതിനൊക്കെ ഉപരി സമസ്ത എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനം ഈ ദീനിനു വേണ്ടി നിലകൊള്ളാൻ തുടങ്ങുമ്പോ, അല്ലെങ്കിൽ ഇതിന് തുടക്കം കുറിക്കുമ്പോ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങള് ഇതിന്റെ നാന്ദി കുറിക്കുമ്പോ അന്ന് നമ്മളൊന്നും ജനിച്ചിട്ട് പോലുമില്ല, അല്ലേ? പക്ഷേ അത് 100ാം വാർഷികം ആഘോഷിക്കാൻ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് എല്ലാത്തിനും മീതെ വളർന്ന് പന്തലിച്ച് ഈ സമുദായത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നെത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ആ 100ാം വാർഷികം ആഘോഷിക്കുമ്പോ അതിന് സാക്ഷിയാവാൻ കഴിയുക എന്ന് പറയുന്നത് മറ്റൊരു തൗഫീഖ. മനസ്സിലായില്ലേ? ഇനി വേറൊരു തൗഫീഖ് ഉണ്ട്. എന്താണെന്നറിയോ? കൂടെ നിന്ന് കുത്താൻ ശ്രമിക്കുന്ന കുറെ മുനാഫിക്കുകളുണ്ട്. ആ മുനാഫിക്കുകളെ ഇങ്ങനെ തുറന്ന് കാണിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹ് തരുന്ന മറ്റൊരു തൗഫീഖാണോ എന്ന് പറഞ്ഞാൽ ഈ സമസ്തയുടെ ഒരു പടയാളിയാവുക എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു തൗഫീഖ. ആ തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ മറ്റൊരു തൗഫീഖ് വേണം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു തൗഫീഖ് ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു തൗഫീഖ. മനസ്സിലായില്ലേ? സമസ്തന്റെ കൂടെ നിൽക്കാനുള്ള തൗഫീഖ് കിട്ടണമെങ്കിൽ അതിന് മറ്റൊരു തൗഫീഖ് വേണം, അല്ലേ? പലപ്പോഴായിട്ട് നമ്മള് ഇപ്പോ പല സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ, നിസ്കാരങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങനെ പല ഘട്ടങ്ങളിൽ നമ്മൾ അള്ളാഹിന്റെ മുമ്പിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരാ, ദുആ ചെയ്യുന്നവരാ. പലപ്പോഴും നമ്മൾ പല വിധത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ തൗഫീഖ് ഉണ്ടാവണമെന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്, അല്ലേ? ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകണം, അല്ലേ? അങ്ങനെ പല രീതിയിൽ നമ്മൾ തൗഫീഖുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? അതുപോലെ 5 വക്ത് നിസ്കാരം ഖളാവാതെ നിസ്കരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകണം, ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകണം. ഇങ്ങനെ പല തൗഫീഖുകൾക്ക് വേണ്ടി നമ്മൾ അള്ളാഹിന്റെ മുന്നിൽ കൈ ഉയർത്താറുണ്ട്. അതുപോലെ തന്നെയാണ് സമസ്തയോടൊപ്പം നിൽക്കാനുള്ള തൗഫീഖ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അതിനും ഒരു തൗഫീഖ് വേണോ? മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? അതാണ് പറയുന്നത്. കാരണം അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് ജിഫ്രി തങ്ങള് സയ്യിദുൽ ഉലമ
ഇതിനിറങ്ങി പുറപ്പെട്ടത് പണ്ട് ബാപ്പുഹാജി പറയുന്ന ഒരു കാര്യമുണ്ട്. ബാപ്പുഹാജി പറഞ്ഞത് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു കേട്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ബാപ്പുഹാജി ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ബാപ്പുഹാജി പറഞ്ഞ കാര്യം മറ്റുള്ളവര് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? പണ്ട് ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ആ ശൈഖുന ശംസുൽ ഉലമ ബാപ്പുഹാജിയോട് പറയുമായിരുന്നു, ബാപ്പുഹാജിയെ ഇനി ഒരു സമയം വരും, ആ സമയത്ത് ഈ സമസ്തയെ കൈപിടിച്ച് നടത്താൻ ജിഫ്രി തങ്ങൾ ഉണ്ടാകും. അന്ന് തങ്ങളെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത് ബാപ്പുഹാജിയെ എന്ന് ശൈഖുന ശംസുൽ ഉലമ ആരോട് പറഞ്ഞു? ബാപ്പുഹാജിയോട് പറഞ്ഞു. എന്തിനെ കുറിച്ചാ പറഞ്ഞേ? ഇതന്നെയാ ഇന്ന് നടക്കുന്നതിനെ കുറിച്ചാ പറഞ്ഞേ. എന്റെ ശൈഖുന, നമ്മുടെ തങ്ങളും പാപ്പ ഇറങ്ങി പുറപ്പെട്ടതാ ദീനിന് വേണ്ടിയിട്ട്. ഇറങ്ങി പുറപ്പെട്ട അന്ന് മുതല് പലരും പിന്നിൽ നിന്ന് കുത്താൻ ശ്രമിച്ചു. പലരും പലരെയും തമ്മിലടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി, അല്ലേ? പാണക്കാട് തങ്ങന്മാരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാണക്കാട് തങ്ങന്മാരെയും സയ്യിദുൽ ഉലമയെയും തമ്മിലടിപ്പിക്കാൻ പലരും ശ്രമങ്ങൾ നടത്തിയില്ലേ? പല മുനാഫിക്കുകളും തലയുടെ മന്ത്രങ്ങൾ ഓതിക്കൊടുത്തില്ലേ? പലരും വാർത്താ മാധ്യമങ്ങളോട് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ഇത് വാർത്തയാക്ക് എന്ന് പറഞ്ഞ് പണം കൊടുത്ത് പെയ്ഡ് വാർത്തകൾ, പെയ്ഡ് ന്യൂസുകൾ പടച്ചു വിട്ടില്ലേ? സമസ്തക്കെതിരെ, ജിഫ്രി തങ്ങൾക്കെതിരെ, ലീഗിനെതിരെ. എന്തിനധികം ലീഗ് ഈ പരിപാടി ബഹിഷ്കരിച്ചു എന്ന് വരെ പറഞ്ഞു നടന്നില്ലേ പലരും? അങ്ങനെ ഒരു ഘട്ടം ആ യാത്രയുടെ പകുതിയിലേറെ കടന്നു കഴിയുമ്പോഴാണ് എന്റെ പുന്നാര തങ്ങള് ആ തങ്ങളിങ്ങനെ മനസ്സറിഞ്ഞ് പറയാ, വല്ലാത്ത സന്തോഷണ്ട് എന്റെ തങ്ങളിങ്ങനെ വിളിച്ചു പറയുമ്പോ, എന്റെ പൊന്നു തങ്ങളെ, നിങ്ങളുടെ ഈ സന്തോഷത്തിന് വേണ്ടി, തങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ഈ മണിമുത്തുകൾക്ക് വേണ്ടിയാ ഞങ്ങൾ കാത്തിരുന്നത്. കാരണം തങ്ങള് പോയി നിന്ന ഒരു നിപ്പുണ്ടല്ല, കൽബ് ഇങ്ങനെ പടച്ചതാണ്, ചങ്ക് പൊട്ടിയതാ. ആ നിമിഷം അള്ളാഹുവോട് പറഞ്ഞതാ, പടച്ച തമ്പുരാനെ ഹിമ്മത്ത് നൽകണേ എന്ന്. അപ്പോ ഒരു പാതി യാത്ര ഇങ്ങനെ കടന്ന് പിന്നിടുമ്പോ എന്റെ തങ്ങള് വന്നിട്ട് വല്ലാത്ത സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുമ്പോ നമുക്ക് സന്തോഷിക്കാം. ഇതിലേറെ വേറെന്താ വേണ്ടത്? അല്ലടോ സഹോദരങ്ങളെ, അങ്ങനെയല്ലേ? നമുക്ക് സന്തോഷിക്കാം. ഇതിലപ്പുറം എന്താ വേണ്ടത്? നമ്മളെ തങ്ങള് ഈ ദീനിന് വേണ്ടിയിട്ട്, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ കേരളത്തില് ഇന്ന് സമസ്ത എന്ന് പറയുന്ന ഈ ഒരു മഹാപ്രസ്ഥാനം, ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടായിരുന്നില്ലെങ്കിൽ അള്ളാനെ കുറിച്ചും നിസ്കാരത്തെ കുറിച്ചും ഫാത്തിഹ ഓതാന്, അറ്റ്ലീസ്റ്റ് ഒരു ഫാത്തിഹ ഓതാൻ നമ്മെ കൊണ്ട് പറ്റുമായിരുന്ന? ഇല്ലല്ലോ. അപ്പൊ ഈ ദീന് നമുക്ക് പറഞ്ഞെന്നാരാ? അത് സമസ്തയാടോ, അല്ലേ? ആ സമസ്ത ഈ കേരളത്തിൽ ഉണ്ടായത് നമുക്കുള്ള ഒരു ഭാഗ്യാണ്. ആ കേരളത്തിൽ ജനിക്കാൻ പറ്റിയത് നമ്മുടെ ഒരു ഭാഗ്യാണ്. ഈ സമസ്തക്ക് വേണ്ടി രണ്ട് വാക്ക് പറയാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അത് കേൾക്കാൻ കഴിയുന്നത്, അതൊരു ഭാഗ്യാണ്. സയ്യിദുൽ ഉലമയുടെ വിരൽ തുമ്പിൽ തൂങ്ങാൻ കഴിയുന്നത് അത് മറ്റൊരു ഭാഗ്യാണ്, അല്ലേ? ആ സയ്യിദുൽ ഉലമയെ വളർത്തിക്കൊണ്ടുവന്നതാരാ? ശൈഖുന ശംസുൽ ഉലമയാ. ആ ശംസുൽ ഉലമ ഈ പറയുന്ന സമസ്തയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നത് മറ്റൊരു ഭാഗ്യാണ്. ഇന്ന് എന്റെ തങ്ങള് കന്യാകുമാരിയിൽ നിന്ന് ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിലൂടെ ഇങ്ങനെ യാത്ര തുടങ്ങുമ്പോ, അല്ലെങ്കിൽ അത് തുടരുമ്പോ, ആ തങ്ങൾക്ക് മുന്നിൽ വഴികാട്ടിയായി, ഒരു നൂറായി, ഒരു പ്രകാശമായി ശൈഖുന ശംസുൽ ഉലമയുണ്ട്. ശൈഖുന കണ്ണിയത്ത് ഉസ്താദുണ്ട്, പാണക്കാട്ട് തങ്ങന്മാരുണ്ട്, PMS പൂക്കോയ തങ്ങളുണ്ട്, വരക്കൽ മുല്ലക്കോയ തങ്ങളുണ്ട്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ട്, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുണ്ട്. ആറ്റപ്പൂ ഈ 100ാം വാർഷികം പ്രഖ്യാപിച്ച ആറ്റപ്പൂ ഇന്ന് നമ്മോടൊപ്പം ഇല്ലെന്ന് പറഞ്ഞാൽ അത് തെറ്റാകും. പക്ഷേ ഭൗതികമായിട്ട് ആറ്റപ്പൂ നമ്മളോടൊപ്പം ഇല്ല.
പിന്നെ നമ്മളൊക്കെ കുറേ മുൻപ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നമ്മളെ വിട്ടുപിരിയുന്നതിന് മുമ്പ്, സയ്യിദ് ഹൈദർ അലി ആറ്റപ്പു നമ്മളെ വിട്ടുപിരിയുന്നതിന് മുമ്പ് നമ്മളോട് വിട പറഞ്ഞു പോയ കണിശക്കാരനായിരുന്ന, വാക്കിനു മറുവാക്കുണ്ടായിരുന്നില്ല സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ സമസ്തയുടെ നിസ്വാർത്ഥ പ്രവർത്തകരായിരുന്നു. അല്ലേ? ആ നിസ്വാർത്ഥ പ്രവർത്തകനായിരുന്നില്ലേ? ഉമർ അലി തങ്ങളോട് മറുത്തൊരു വാക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? കേരളത്തിലെ പാണക്കാട് തറവാട്ടിലുണ്ടായിരുന്നോ ഉമർ അലി തങ്ങളോട് മറുത്തൊരു വാക്ക് പറയാൻ? ആ ഉമർ അലി തങ്ങള് നിസ്വാർത്ഥ സേവകനായിരുന്നു സമസ്തയുടെ. അവരൊക്കെ ഈ പറയുന്ന സയ്യിദുൽ ഉലമക്ക് മുന്നിൽ ഒരു നൂറായി നടക്കുന്നില്ലെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? എന്തേ തങ്ങള് കന്യാകുമാരിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഇവരെയൊക്കെ പോയി കണ്ടിട്ട് തങ്ങൾ ഒരു സിയാറത്ത് മാത്രമല്ല ചെയ്തത്, നിങ്ങൾ കണ്ടതല്ലേ? അതിന്റെ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചതല്ലേ? തങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ മഖാമിലും പോയിട്ട് കയറി ചെന്ന ഉടനെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് അൽ ഫാത്തിഹ എന്ന് പറഞ്ഞ ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ട് തങ്ങൾക്ക് ഇറങ്ങായിരുന്നു. തങ്ങൾ എന്താ ചെയ്തത്? പാണക്കാട്ട് മക്കാമ് പോയി നിന്നിട്ട് തങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ പറഞ്ഞത്? തങ്ങൾ പറഞ്ഞില്ലേ, നമ്മളോട് പറയുന്നത് പോലെ ഈ കേരളത്തിന്റെ ഇന്നിന്റെ ഉമ്മത്തിനോട്, തങ്ങളെ കേൾക്കുന്ന ഉമ്മത്തിനോട് വിശദീകരിക്കും പോലെ തങ്ങൾ പാണക്കാട്ടെ മക്ബറയിൽ പോയി നിന്ന് പറയാ, ശൈഖുന ശംസുൽ ഉലമയുടെ അടുക്കൽ പോയി നിന്ന് പറയാ, ശൈഖുന കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കൽ പോയി നിന്നിട്ട് പറയാ, ഓരോന്നോരോന്നും എണ്ണി നുള്ളിപ്പെറുക്കി പറയുന്ന തങ്ങളെയാ നമ്മൾ കണ്ടത്. ഇതൊക്കെ പറഞ്ഞും സമ്മതം വാങ്ങിയും എല്ലാം ചെയ്തിട്ടാണ് കന്യാകുമാരിയിലേക്ക് പോയത്. പിന്നെ തങ്ങളുടെ യാത്ര വെറുതെ ആവുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലേ? അങ്ങനെ ഒരു ഘട്ടത്തിൽ അതിന്റെ പാതി ഘട്ടം ഇങ്ങനെ പിന്നിടുമ്പോ എന്റെ തങ്ങൾ വന്നിട്ട് പറയാ, വല്ലാത്ത സന്തോഷമുണ്ട്, ഞാൻ സംതൃപ്തനാണ്, ഒരുപാട് അനുഭവങ്ങൾ തന്നു, എനിക്കൊരുപാട് സന്തോഷായി, നിങ്ങളുടെ ആതിഥേയത്വ മര്യാദ അത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നൊക്കെ തങ്ങള് സയ്യിദുൽ ഉലമ ഇങ്ങനെ നമ്മളോട് പറയുമ്പോ നമുക്ക് സന്തോഷിക്കാൻ വേറെന്ത് വേണോ മക്കളെ? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങള് നിങ്ങള് ഈ സമസ്തയുടെ ബഹുമാനപ്പെട്ട സമസ്ത അത് നമുക്ക് ദീന് പറഞ്ഞു തന്നതാ. അല്ലേ? എനിക്കും നിങ്ങൾക്കും ഫാത്തിഹ ഓതാൻ പഠിപ്പിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയത് സമസ്തയാ. അല്ലേ? അതിനൊരു സിലബസ് ഉണ്ടാക്കി, അതിന് മുഫത്തിഷുമാരുണ്ടാക്കി, അങ്ങനെ പല രീതിയിലും ദീനുണ്ടാക്കിയെടുത്തത് സമസ്തയല്ലടോ ഈ ലോകത്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്രമാത്രം സിസ്റ്റമാറ്റിക് ആയിട്ട് ദീന് പഠിപ്പിക്കുന്ന ഒരിടം വേറെ എവിടെയാ ഉള്ളത്? സൗദിയിലുണ്ടോ? ദുബൈയിലുണ്ടോ? ഖത്തറിലുണ്ടോ? ബഹ്റൈനിലുണ്ടോ? എവിടെയുമില്ല. അവിടെയൊക്കെ അവരുടെ മാതൃഭാഷ എന്ന് പറയുന്നത് അറബിയാണ്. നമ്മുടെ മാതൃഭാഷയോ മലയാളമാണ്. ഈ മാതൃഭാഷയെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, മലയാളം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ നാവുകളില് ഖുർആന്റെ വചനങ്ങള്, അറബി അക്ഷരങ്ങള്, അതിന്റെ മഖ്റജ് തെറ്റാതെ നമ്മുടെ വായിൽ നിന്ന് ഇത്ര ഫ്ലുവന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണക്കാരനല്ലേ ഉള്ളൂ, അത് ബഹുമാനപ്പെട്ട സമസ്തയല്ലേ. ആ സമസ്തക്കൊപ്പം നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു തൗഫീഖല്ലേ സഹോദരങ്ങളെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് എന്റെ തങ്ങള് വന്നിട്ട് ഈ തൃശ്ശൂർ ജില്ലയും കഴിഞ്ഞ് മലപ്പുറത്തേക്ക് ഇങ്ങനെ കടക്കാൻ നിൽക്കുമ്പോ നമ്മുടെ തങ്ങള് നമ്മളോട് പറയാ, വല്ലാത്ത സന്തോഷമുണ്ട് എന്ന് പറയുമ്പോ നമുക്ക് ഇതിലേറെ വേറെ സന്തോഷം എന്താ ഉള്ളത്? അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറയുന്നതിന് കാര്യമില്ലേ? ആ സമസ്തക്കൊപ്പം നിൽക്കാൻ കഴിയണം. അതാണ് ഒരു സുഹൃതം എന്ന് പറയുന്നത്. ഈ പറയുന്ന ആദർശത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് അത് സമസ്തയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത് അത് സമസ്തയാണ്. ആ സമസ്തയെ കൈപിടിച്ച് നടക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിബ്രി മുത്തുക്കോയ തങ്ങളാണ്. ആ ചെറുവിരലിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കാൻ, തങ്ങളുടെ പിന്നിൽ നിൽക്കാൻ, തങ്ങളുടെ പിന്നിൽ, മുന്നിലല്ല, തങ്ങളുടെ പിന്നിൽ നിൽക്കാൻ
ഇന്ത്യ സമസ്തയെ നയിക്കുന്നത് അത് ജിഫ്രി തങ്ങളാണെന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയാൻ സാധിക്കണം. അതിനും ഒരു തൗഫീഖ് വേണം.